അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളിലുള്ള ആളുകളായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള പല സംഘടനകളുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ മഹല്ല് സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പ്, ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സഹപാഠികളായ സഹപ്രവർത്തകരായ ആളുകളുടെ ഗ്രൂപ്പ്, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തി തന്നെ പല ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ പെട്ട പലരുടെയും കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെ മരണപ്പെടുന്നു. ഇങ്ങനെയൊക്കെ മരണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ സാധാരണ വാട്സപ്പിലൂടെ തന്നെ ഓരോരുത്തരും ഓരോ ജുസുകൾ ഏറ്റെടുത്തുകൊണ്ട് ഖത്മ് ഓതി തീർക്കുന്ന പരിപാടിയുണ്ട്. അഥവാ ഇപ്പോൾ ഒരു 30 ആളുകൾ കൂടിയിട്ട് ഓരോ ജുസ് ഏറ്റെടുത്തിട്ട് അങ്ങനെ ഒരു ഖത്ം ഓതി തീർക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ കുറഞ്ഞ ആളുകളെ ഉള്ളുവെങ്കിൽ 2ഉം 3ഉം ജുസുകൾ ഒരാൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് ജുസുകൾ ഇതുപോലെ ഏറ്റെടുക്കും. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിട്ട് ഇനി ഞാൻ ഓതിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ജുസുകളൊക്കെ ഏറ്റെടുക്കും. 3ഉം 4ഉം ജുസുകൾ ഏറ്റെടുക്കും. ഇത് ഓതി തീർക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ മറ്റൊരു ഗ്രൂപ്പിൽ മറ്റൊരു മരണം നടക്കും. ആരുടെയെങ്കിലും കുടുംബത്തിൽപ്പെട്ട ആളുകളോ കൂട്ടുകാരോ ഒക്കെ മരണം നടക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഖത്തം ഓതുന്ന ആ കൂട്ടത്തിൽ നമ്മൾ വീണ്ടും ജുസുകൾ ഏറ്റെടുക്കും. എന്നിട്ട് അവസാനം ഇതൊക്കെ നമ്മൾ ഓതി തീർക്കാറുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റെടുക്കാൻ കഴിയുന്നത് ഓതി തീർക്കും എന്ന് കഴിയുന്നത് മാത്രം നമ്മൾ ഏറ്റെടുക്കുക. ഒരുപാട് ഖത്മുകൾ ഓതി തീർക്കുന്നുണ്ട്. ചില ഗ്രൂപ്പുകളിലൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 5ഉം 6ഉം ഖത്മുകൾ ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ അതിലിങ്ങനെ മെസ്സേജുകൾ വരും. പക്ഷേ ഈ ആളുകൾ ഇത് ഓതുന്നുണ്ടോ? അല്ലെങ്കിൽ 5ഉം 6ഉം ഖത്മുകളൊക്കെ ഇത് ഏറ്റെടുത്ത ആളുകൾ ഇതൊക്കെ ഓതി തീർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഏറ്റെടുത്ത നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. വെറുതെ ഒരുപാട് ജുസുകൾ ഓതി ഞാൻ ഓതാം, 5ഉം 6ഉം ജുസുകളൊക്കെ ഞാൻ ഓതാം എന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റെടുക്കുന്നതിന് പകരം മുമ്പ് നമ്മൾ ഏറ്റെടുത്ത ജുസുകൾ അത്രയും ഭാഗം ഓതി തീർന്നതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഒരു ഖത്തം ഓതുന്ന ഒരു സംരംഭത്തിലേക്ക് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഏറ്റെടുത്താൽ മതി. അല്ലാതെ ഞാൻ ഈ ഗ്രൂപ്പിലുള്ള ആളാണ്, ഇനിയിപ്പോൾ ഞാൻ ഓതിയിട്ടില്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള മറ്റു മെമ്പേഴ്സ് എന്താണ് വിചാരിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ ഓതാതെ മുമ്പ് ഏറ്റെടുത്തത് തന്നെ ഓതി തീർക്കാതെ വീണ്ടും വീണ്ടും പുതിയത് ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ഖത്തമുകൾ, വാട്സപ്പ് ഖത്തമുകൾ ഇങ്ങനെ തീർക്കുന്നത് കാണാൻ കഴിയും പല ഗ്രൂപ്പുകളിലും. അപ്പോൾ ഓതി തീർക്കാൻ കഴിയുന്നത് മാത്രം ഒന്നുകിൽ ഏറ്റെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഓതി തീർന്ന ശേഷം ഇത്ര ആളുകൾ ഇത്ര ജുസുകൾ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കണക്കിടുക. മറ്റേത് ഏറ്റെടുത്തിട്ട് അത് ഓതിയോ ഇല്ലേ എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇതിപ്പോൾ ഗ്രൂപ്പിൽ ഇത് ഈ ഖത്തമിന് ഏറ്റെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അത് ഇന്നാലിന് ആളുകൾ ഇത്ര ജുസ് ഏറ്റെടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് 4 ഖത്തുമ് അല്ലെങ്കിൽ 5 ഖത്തുമുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയാമെന്നല്ലാതെ അയാൾക്കിപ്പോൾ നിങ്ങൾ ഓതുന്നുണ്ടോ അല്ലെങ്കിൽ ഏറ്റെടുത്തത് ഓതിയോ എന്നൊന്നും അയാൾക്ക് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഏറ്റെടുക്കുന്നവരാണത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റെടുത്തത് തീർത്തിട്ടില്ല, പിന്നെയും ഞാൻ ഇനി വെറുതെ ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ കൂടുതൽ ഖത്മ് ജുസുകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മുമ്പ് ഓതി നമ്മൾ എന്തൊക്കെ ഏറ്റെടുത്തു എന്നുള്ളത് നമ്മൾ മറന്നുപോകും. കാരണം ഓരോ ദിവസം പുതിയത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പഴയത് ഞാൻ എത്രാമത്തെ ജുസാണ് ഏറ്റെടുത്തത്
ഇനി എത്രണ്ണം ഞാൻ ഓതി തീർക്കാനുണ്ട്, ഇതൊക്കെ നമ്മൾ മറന്നു പോകും. ഇങ്ങനെ 4ഉം 5ഉം മരണങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ അതിലൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് അവസാനം ഒന്നും ഓതാതെ വെറുതെ ഒരുപാട് വാട്സപ്പ് ഖത്തമുകളായിട്ട് വെറും ഒരു ഷോ ആയിട്ട് നമ്മൾ ഇതിനെ കാണരുത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റെടുത്തത് ഓതി തീർക്കുക. അതിനി ഒന്നാണെങ്കിൽ പോലും, ഒരൊറ്റ ഖത്തമാണെങ്കിൽ പോലും പരമാവധി എല്ലാവരും ഓരോ ജുസുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ മയ്യത്തിന് അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകണം. അതിനാണല്ലോ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതിനാണല്ലോ നമ്മൾ ഇത്തരം വാട്സപ്പിലൂടെ ഒരുപാട് ഖത്തമുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ മയ്യത്തിന് എന്തെങ്കിലും കിട്ടണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏറ്റെടുക്കുന്നവരാണ് ഇത് ചിന്തിക്കേണ്ടത്. എനിക്ക് ഓതാൻ കഴിയുമെങ്കിൽ മാത്രം അത് ഏറ്റെടുക്കുക. ഓതി കഴിഞ്ഞതിന് ശേഷം മാത്രം പുതിയത് ഏറ്റെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.